ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാട്ടോ, ഞാൻ എന്നും പറയുന്ന പോലെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നുമില്ല ഗായ്സ്, ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്, അതാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്നും വിചാരിക്കും കേട്ടോ വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ ചില സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അതങ്ങനെ മടി പിടിച്ച് അങ്ങനെ ചെയ്യാതിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ലാസ്റ്റ് സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ലാസ്റ്റ് സ്കാനിങ് ചെയ്തു. ഇപ്പോൾ ഞാൻ 39 വീക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 1 വീക്ക് കൂടിയേ ഉള്ളൂ ബേബി വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് സ്കാനിലെല്ലാം ഓക്കെയാണ്. ബേബിയുടെ വെയിറ്റും കാര്യങ്ങളും ടോട്ടലി ആയിട്ടുണ്ട്. പിന്നെ സെഫാലിക് പൊസിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഹോസ്പിറ്റൽ ബാഗും കൂടി ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വ്ളോഗ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേബിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് സാധനങ്ങളാണ് വെച്ചതെന്ന് നമുക്ക് നോക്കാം. അധിക സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. കുറേ യൂട്യൂബേഴ്സ്മാരുടെയൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ കുറേ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് സാധനങ്ങൾ, ബാക്കിയൊക്കെ നമുക്ക് ബേബി വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിനായിട്ട് എന്താ പറയുക വേണ്ടത്, അവിടുത്തെ ഹോസ്പിറ്റലുകാർ ആദ്യം ചോദിക്കാൻ എന്നോട് പറഞ്ഞത് ഓയിൽ, നമ്മുടെ പ്യുവർ കോക്കനട്ട് ഓയിൽ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ, ആട്ടിയിട്ട് ഉണ്ടാക്കിയ നല്ല വെളിച്ചെണ്ണ, പിന്നെ സോപ്പ്. ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ ഓയിലും സോപ്പും. എന്തിനാണ് ഇപ്പം തന്നെ ഈ കുട്ടിക്ക് ഓയിലും സോപ്പൊക്കെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും. കമൻസ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്ന് ഹോസ്പിറ്റലുകാരെ ചോദിക്കും കേട്ടോ, അവരിങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഓയിലും സോപ്പിട്ട് അവരുടെ വക ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് ബേബിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓയിലും സോപ്പ്. അപ്പോൾ ആദ്യം തന്നെ അത് 2 പാക്കിങ്ങിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബേബി വൈപ്സും കൂടി ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ബേബി വൈപ്സ് കുഞ്ഞോവേ, അത് ഏതിൻ്റെയെന്ന് വെച്ചാൽ ലിറ്റിൽസ് ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ. ലിറ്റിൽസിൻ്റെ ബേബി വൈപ്സ് ആണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ റിവ്യൂസൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാണ്. 98% പ്യുവർ വാട്ടറാണ്. പിന്നെ ജോജോബ ഓയിലും വൈറ്റമിൻ ഇ, അലോവേറ ജെല്ലൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം യൂസ് ചെയ്യാൻ. പിന്നെ ബേബിക്ക് 2 ടർക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ, 2 ടർക്കി. പിന്നെ നമ്മുടെ ക്ലോത്ത്സ് അല്ലേ, ഇതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇപ്പോൾ 10 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പോറിങ് അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചതാണ്. ഈ ക്ലോത്ത് ആയാലും ശരി, ഈ 2 ടർക്കി ആയാലും ശരി, നല്ലോണം വാഷ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ബേബിക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ല, പിന്നീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബേബിക്ക് മാത്രമായിട്ടുള്ള സാധനങ്ങളുള്ളത്. പിന്നെന്താ മെയിനായിട്ട് പിന്നെ എനിക്ക് ഉള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ പോയിട്ട് സിപ്പ് ടൈപ്സ് ടോപ്സ് 2-3 ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ. വീട് അടുത്തായതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു 3 ടോപ്സ് 4 ടോപ്സൊക്കെ വെച്ചിട്ടുണ്ട്. സിപ്പ് ടൈപ്സ് ആണ് കേട്ടോ യൂസ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് പിന്നെ അമ്മയുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്താ, പേസ്റ്റ്, ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് കുളിക്കാൻ ആവശ്യത്തിന് സോപ്പ്, അങ്ങനെ വാഷ് ചെയ്യുന്ന ആ സോപ്പ്. പിന്നെ മെയിനായിട്ടുള്ള വേറെ സാധനമാണ് നമ്മുടെ പാഡ്. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് പീരിയഡ് പാൻറ്റീസാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പാഡിനേക്കാളും ഒന്നും കൂടി ഉപകാരമാണല്ലോ. അപ്പോൾ പാൻറ്റീസ് അപ്പോൾ നല്ലോണം ഇത് അബ്സോർബ് ചെയ്യും. ഇപ്പം ഞാൻ നല്ല റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് എവരീവിൻ്റെ പീരിയഡ്സ് പാൻറ്റീസ് വാങ്ങിയിട്ടുള്ളത്. അത് ഹയർ അബ്സോർപ്ഷൻ, 360 ഡിഗ്രി ആൻറ്റി ലീക്ക് കവറേജ് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ 100% സ്റ്റെയിൻ പ്രൊട്ടക്ഷൻ എന്നൊക്കെ കണ്ട റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ 12 hours എലാസ്റ്റി എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രോഡക്റ്റ് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ മെയിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പ്ലേറ്റ്, ഗ്ലാസ്, അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ അതിപ്പോൾ പാക്ക് ചെയ്തിട്ടില്ല. വീട് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ മെയിനായിട്ട് അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങൾ അതൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് കാണിക്കുന്നില്ല കേട്ടോ. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ചെറിയൊരു
വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അന്ന് കുറച്ച് മറന്നു വിട്ടുപോയതാണ് സംഭവം. ആദ്യമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ച്, പക്ഷെ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ പിന്നെ സ്കാനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതങ്ങനെ പോയി. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ 39 വീക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലോണം ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ. 9 മന്ത് പകുതി ആയപ്പോൾ തന്നെ ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാജിനൽ പെയിൻ നല്ലോണം പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മാറ്റങ്ങൾ. പിന്നെ കുട്ടി ഓൾറെഡി സിഫാലിക് പൊസിഷൻ എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമുക്കുള്ളൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ലാസ്റ്റ് മന്ത് എങ്ങനെയാവും. മാക്സിമം എല്ലാവർക്കും ആഗ്രഹമുള്ളത് നോർമൽ ഡെലിവറി ആവണമെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ആവണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. 1 വീക്ക് മാത്രമേ ഉള്ളൂ. ഒക്ടോബർ 12-നാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഓൾറെഡി ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചെറിയൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും പിന്നെ മെയിനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സാധനങ്ങളൊന്നും ഞാൻ വേറെ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് കണ്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് ഐറ്റംസ് പാക്ക് ചെയ്യാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രം, പിന്നെ മെയിനായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അല്ലറ ചില്ലറ നമ്മുടെ ആ സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ. വീണ്ടും അടുത്ത് പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. ഇനി ഫുള്ള് എന്താ പറയുക, ഇനിയിപ്പോൾ അഡ്മിറ്റ് ആവുന്നതും മാക്സിമം എനിക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ പറ്റുന്ന പോലെ വീഡിയോസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇത് ഭാവിയിൽ ഇതൊക്കെ ഒരു മെമ്മറീസാണ്. നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കുന്നതിനേക്കാളും ഇതുപോലുള്ള സോഷ്യൽ മീഡിയാസിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാണാൻ പറ്റും ഈ ഓരോ ഓർമ്മകൾ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ കുറച്ചൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷെ ചില സമയത്ത് ചില സിറ്റുവേഷൻസ് കൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. ചില സമയത്ത് വിട്ടു പോവുകയാണ്. അതുകൊണ്ട് ഫുൾ ടൈം ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആവണം എന്ന് ചിന്തിച്ച് തുടങ്ങി വരുന്നുള്ളൂ. പുതിയ യൂട്യൂബറാണ്. അപ്പോൾ എന്ന് നമുക്ക് അതേ രീതിയിൽ ചിന്തിക്കാനും പറ്റും. പിന്നെ പെട്ടെന്നായിരിക്കും അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ ശ്രമിക്കാവുന്നതാണ്. എന്തെങ്കിലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ കിട്ടുന്ന സമയത്ത് വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഇനിയും വീഡിയോനായി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് സപ്പോർട്ട്. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ഇനി പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.